കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ പൊന്നാനി MLA KP നൌഷാദ് അലിക്ക് സ്വീകരണവും മുനിസിപ്പൽ ജീവനക്കാർക്ക് അംഗത്വ വിതരണവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ചന്തപ്പടി PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടപ്പിലാക്കിയ മിഷൻ 2025 എന്ന പദ്ധതി ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചപ്പോൾ പൊന്നാനി നിയോജകമണ്ഡലത്തിൻ്റെ ചാർജ് നൌഷാദ് അലിക്ക് നൽകിയതോടുകൂടി പൊന്നാനിയിലെ മുഴുവൻ കോൺഗ്രസ്സുകാരുമായി മാത്രമല്ല ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൌഷാദ് അലി എന്ന വ്യക്തിയെ തിരിച്ചറിയുവാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും അത് സ്വാഭാവികമായി നൌഷാദ് അലിയിലേക്ക് മുഴുവൻ ആളുകളും അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും വ്യക്തിപരമായി എനിക്കൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നൌഷാദ് അലി എനിക്ക് ബന്ധമുണ്ട്. ഞാനും നൌഷാദ് അലി ഒന്നിച്ച് DCC ഭാരവാഹികളായാണ് മുഹമ്മദ് കുഞ്ഞിയുടെ ഇപ്പോൾ DCC പ്രസിഡന്റായിരുന്ന ഈ മുഹമ്മദ് കുഞ്ഞിയുടെ കമ്മിറ്റി ഞങ്ങൾ ഒന്നിച്ചാണ് കടന്നു വന്നത്. ഉദ്യോഗസ്ഥരെ പെൻഷൻകാരെയും പറ്റി കഴിഞ്ഞ CPM-ന്റെ കാലത്ത് ആ സർക്കാർ ഉണ്ടാക്കിയ ഒരു മുന്തിരി എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിന്റെ വരുമാനത്തിന്റെ 90% കൊണ്ടുപോകുന്നത് അവരാണ്, പിന്നെ 10% നമുക്കുള്ളൂ എന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ പിടിച്ചുപറിക്കാരാണ് എന്ന മട്ടിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു മുൻവിധി ഉണ്ടാക്കി തീർക്കുന്ന കാര്യത്തിലും അന്നത്തെ സർക്കാർ വിജയിച്ചിട്ടുണ്ട്. കാരണം അവരെല്ലാവരും ഒന്ന് പരാജയമാകുമ്പോൾ ഈ സാമ്പത്തികമായിട്ട് എങ്ങനെ ശൂന്യത വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നേരെ ഉദ്യോഗസ്ഥരും പിന്നെ പെൻഷൻകാരും പിടിച്ചു പറിക്കുന്നു എന്നൊരു നെഗറ്റീവ് അവർ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഒരു അധികാരം ഏറ്റെടുത്ത് ഏതാനും ആഴ്ചകൾ പ്രായമുള്ള ഒരു സർക്കാരിനെ പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഇത് സമയമെടുത്ത് ഇവരുണ്ടാക്കിയ പല ദുഷിച്ച സംസ്കാരങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. KLGSA സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ വലിയാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി അശോകൻ A MLA-ക്ക് ഉപഹാരം കൈമാറി. പ്രമോദ് രാജ് അധ്യക്ഷത വഹിച്ചു. K ജയപ്രകാശ്, നബീൽ നെയ്തല്ലൂർ, ജയപ്രകാശ്, മുഹമ്മദ് ഹുസൈൻ എന്നിവർ സംബന്ധിച്ചു. അശോകൻ A സ്വാഗതവും വിജിൻ V ഗോപാൽ നന്ദിയും പറഞ്ഞു.